ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തകർ തമ്മിലൊക്കെയുള്ള വാക്ക് തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ, CPIഎമ്മിന്റെയും കോൺഗ്രസിന്റെയും വനിതാ പ്രവർത്തകർ തമ്മിലുള്ള ബിനിൽ, ഏതായാലും വലിയ രീതിയിലേക്ക് സംഘർഷാവസ്ഥ മാറുന്നു. പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള വാക്കേറ്റങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെയായി മാറുകയാണ്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ മുഖത്തേക്ക് വരുന്ന സാഹചര്യമാണ് മലപ്പട്ടത്ത് കാണുന്നത്. ഈ നിലവിൽ ഇരുവിഭാഗവും തമ്മിലുള്ള വാക്കേറ്റവും ഒപ്പം തന്നെ ചെറിയ തോതിലുള്ള കയ്യാങ്കളികളും എല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ACP പ്രദീപൻ കണ്ണിപ്പൂവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരമാവധി ശ്രമിച്ചാണ് ഒരു സംയമനാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അപ്പോഴും പല ഘട്ടങ്ങളിലും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കുള്ള സൂചന നൽകുന്ന വിധത്തിലാണ് ഈ സംഘർഷം ഏതായാലും മുന്നോട്ട് പോകുന്നത്. ഇരുവിഭാഗവും ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. CPIഎമ്മിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം ഉണ്ടാകുന്നു. അതിന് മറുപടിയുമായി അതേ നിലയ്ക്കുള്ള പ്രകോപന മുദ്രാവാക്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങനെ സംഘർഷം വലിയ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും റോഡ് ഉപരോധിക്കുകയാണ്. ഈ CPIഎമ്മിന്റെ പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ തങ്ങൾ പിരിഞ്ഞു പോകൂ എന്നുള്ളതാണ്. കാരണം തങ്ങൾ പെർമിഷൻ എടുത്താണ് പരിപാടി നടത്തുന്നത്. അവിടെ നിന്ന് തങ്ങളോട് പിരിഞ്ഞു പോകണം എന്ന് പോലീസ് ആവശ്യപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് പറയുന്നത്. ഏതായാലും പോലീസ് വലിയ രീതിയിൽ പണിപ്പെടേണ്ടി വരുന്നു ഇവരെ പിന്തിരിപ്പിക്കാൻ എന്നുള്ളതാണ്. ഇപ്പോഴും പിരിഞ്ഞു പോകാൻ ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുന്നില്ല. ഇപ്പോഴും CPIഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നുകൊണ്ട് CPIഎം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും ഏതായാലും ഇപ്പോഴും തുടരുന്നുണ്ട്. റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ CPIഎം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടാകുന്നു. വഴി തടസ്സപ്പെടുത്തി അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPIഎം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷത്തിന് ഒരു അയവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും ആക്രോശങ്ങളും ഒക്കെയായി വലിയ രീതിയിലേക്ക് ഈ സംഘർഷം നീങ്ങുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത്. പോലീസ് എന്നാൽ ഇതുവരെ കൃത്യമായ ഇടപെടലിലേക്ക് പോയിട്ടില്ല. ഇരുവിഭാഗങ്ങളെയും ശാന്തമാക്കുക, ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്ന രീതിയിൽ ഇരുവിഭാഗങ്ങളെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തരാക്കി മുന്നോട്ട് പോകുന്ന രീതിയാണ് പോലീസിന്റേത്. ഈ പരിപാടി നടക്കുന്നിടത്ത് നിന്ന് മാറി മലപ്പട്ടം സെന്റർ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ CPIഎം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കുന്നത്. അതിനോട് ചേർന്നാണ് അവിടെ നിന്ന് ഒരു വളരെ അടുത്തായിട്ടാണ് CPIഎമ്മിന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിരവധി CPIഎം പ്രവർത്തകർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നാണ് അവരാണ് ഇപ്പോൾ ഈ ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് പിരിഞ്ഞു പോകണമെന്ന് ഒക്കെ ഉന്നയിച്ചുകൊണ്ടും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനങ്ങളിലേക്ക് പോകുന്നത്. ഏതായാലും പോലീസ് രംഗം ശാന്തമാക്കാനുള്ള ശ്രമമാണ്. ഏകദേശം 1.5 മണിക്കൂറോളമായി ഒരു തെരുവ് യുദ്ധത്തിന്റെ പ്രതീതിയിലാണ് ഇപ്പോൾ ഈ മലപ്പട്ടം ഉള്ളത്. നിഖിൽ, നേരത്തെ അവിടെ എന്താണ് സംഭവിച്ചത്? അത് വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക്, അതായത് പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക് തന്നെ മാറിയിരുന്നില്ലേ അന്തരീക്ഷം? ഇപ്പോൾ അത്ര വലിയൊരു സംഘർഷം ഇല്ല എങ്കിൽ പോലും സംഘർഷ സാഹചര്യമാണ്. ഇപ്പോൾ അവിടുന്ന് ഈ നേതാക്കൾ ഉൾപ്പെടെ പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യമാണോ ഇരു ഭാഗത്തും? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇരുവിഭാഗത്തിന്റെയും നേതാക്കൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ സമാധാനത്തിന് വന്ന് ഇവിടെ പരിപാടി നടത്തും. ഇനിയിപ്പോ എന്ത് സംഘർഷം ഉണ്ടായാലും അത് കൈകാര്യം ചെയ്തിട്ടേ നമ്മൾ പോവുകയുള്ളൂ. ആ സംഘർഷം കൈകാര്യം ചെയ്തിട്ടേ പോകുള്ളൂ. ഏത് പോലീസ് വിചാരിച്ചാലും ഈ പാർട്ടി ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഏത് പോലീസ് വിചാരിച്ചോ, പിണറായി വിജയൻ എത്ര പൈസ കൊടുത്താലും ഇതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് പ്രസ്ഥാനം പാർട്ടി ഓഫീസിൽ 2 മണി മുതൽ